ഹായ്. അപ്പം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പൂരാണ് കേട്ടോ. വീടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി. അതായത് ഒരു 10-12 അടി എന്ന് പറയാം. കറക്റ്റ് എത്രയാണോന്ന് അറിയില്ല, എണ്ണി നോക്കിയിട്ടില്ല. പക്ഷെ നടന്നാൽ മതി. അപ്പോൾ അവിടെ പൂരാണ് സംഭവം. അപ്പോൾ പൂരത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം, അതായത് പൂരം ഇപ്പം ഞായറാഴ്ച വരണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച തൊട്ടേ അവിടെ പരിപാടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദിവസം വരുന്നത് വീരനാട്യമാണ് കേട്ടോ. അതായത് മറ്റേ പാട്ടുണ്ടല്ലോ, കണ്ടുവോ ശ്രീദേവനെ, ആ പാട്ട് പാടിയിട്ട് ഡാൻസ് കളിച്ചിട്ട് വൈറലായൊരു ചേച്ചി ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലൊക്കെ. ആ ചേച്ചീൻ്റെ മോഡൽ ഡാൻസാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കളിക്കുന്നത് ആ ഡാൻസ് അല്ല, ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരുടെ തിരുവാതിരക്കളിയാണ്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് അവരുടെ പരിപാടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ വീരനാട്യം വരുന്നത്. അപ്പോൾ ആ ഡാൻസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോണത്. ഇതുവരെ കണ്ടിട്ടില്ല അത്രയും വൈറലായ ഡാൻസ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇരിക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ ആ കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൂരത്തിന് കളിപ്പാട്ടക്കടയൊക്കെ ഉണ്ടാവുമല്ലോ, വന്ന് തുടങ്ങണേ ഉള്ളൂ, സംഭവം കെട്ടണൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിത് ആ ആളിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കാമെന്ന് വെച്ചു. സീറ്റൊന്നും ഒഴിവില്ല. അപ്പോൾ അവിടെ മാത്രം ഗ്യാപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തിരുവാതിരക്കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ അമ്പലത്തിനെ പറ്റിയിട്ടും അമ്പലത്തിലെ ദേവീനെ കുറിച്ചൊക്കെ ഒരു കവിത എഴുതി ഉണ്ടാക്കിയിട്ട് പാടിട്ടോ, നന്നായി പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയാണ് നമ്മുടെ വീരനാട്യം. ഈ പരിപാടി ഭയങ്കര വൈറലായൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ വീരനാട്യം. ഇത് അവതരിപ്പിക്കുന്ന ടീമിൻ്റെ പേര് കണ്ണകി വ്യാസപീഠം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഡാൻസ് പിന്നെ തുടങ്ങായി. ഇനിയിപ്പോൾ ഇവരുടെ പരിപാടിയാണ്. ഒരു 1-1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഇവരുടെ ഡാൻസ്. അപ്പോൾ ഇവരുടെ ഡാൻസിൽ കുട്ടികളും ഉണ്ട് കേട്ടോ, 1-2 പിള്ളേരും ഉണ്ട് കളിക്കാനായിട്ട്. അങ്ങനെ ഇവരുടെ ഡാൻസൊക്കെ തുടങ്ങി. പക്ഷേ നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ഡാൻസിൻ്റെ പാട്ടൊന്നിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് അടിച്ചിട്ട് എൻ്റെ ചാനൽ എന്നെ അടിച്ചു പോവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പാട്ടൊന്നും ഇടുന്നില്ല, പാട്ടൊക്കെ ഞാൻ മ്യൂട്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഡാൻസ് ഫസ്റ്റ് പാട്ട് വരുന്നത് മറ്റേ പാട്ടാണ്, മറ്റേ മാളികപ്പുറത്തിലത്തെ ഭൂതകാല സദാനന്ദ, ആ പാട്ടില്ലേ, അതായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ കുറേ അയ്യപ്പൻ്റെ പാട്ടുകളാണ് ഇവർ മെയിനായിട്ട് പാടിയണതും ഡാൻസ് കളിക്കണത് കേട്ടോ. ഇവരെല്ലാം പാടുന്ന റെക്കോർഡാണ്, ഇവർ ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കലാഭവമണീൻ്റെ പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഇവർ ദീപമൊക്കെ കത്തിച്ചിട്ട് പിന്നെ മറ്റേ അരങ്ങൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പല മോഡലാണ്. ഇവരിത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിതിൽ പരിചയമുള്ളൊരു മുഖം കണ്ടത് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച ഷിബി എന്ന് പറഞ്ഞ കുട്ടി ഇതിൽ കളിക്കാനുണ്ട്. അവളെ ഞാൻ കണ്ടു, അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ ഇത്ര നന്നായി ഡാൻസ് കളിക്കുന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാതിരിക്കുന്ന ഒരു വൈബായിട്ടോ. ഈ ഡാൻസ് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു എന്താ പറയുക, എല്ലാവരും ഇരുന്നിട്ട് ഹരം കൊള്ളണ ഒരു മോഡൽ ഡാൻസാണ് ഈ സംഭവം. അപ്പോൾ പിന്നെ അവളെയും കണ്ടു, അവൾ നന്നായി കളിക്കുന്നുണ്ട്. ഇവർ കൊറിയോഗ്രാഫി അടിപൊളിയാണ് കേട്ടോ. അതായത് സ്റ്റെപ്സ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. അവളോട് ഞാൻ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ കാണിച്ചു ഡാൻസ്. അപ്പോൾ ഇങ്ങനത്തെ കുരുത്തോലയൊക്കെ പിടിച്ചിട്ട് ഉള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1-1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഡാൻസ്. ഇവരതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് എടുത്ത് വെള്ളം കുടിക്കാനും അതിനൊക്കെ നിന്നിട്ട് ഇങ്ങനെയാണ് കളിക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടാണ്. റോട്ടുമ്പോൾ എല്ലാവരും ഉണ്ട്. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അത്രയും ആൾക്കാരില്ലെങ്കിലും കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഇതാ വളവ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് നോക്കിയാൽ ഞങ്ങളുടെ വീട് കാണാം കേട്ടോ. അതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട് ഇതാ അവിടെ കാണാം. അത്ര അടുത്താണ്, നമുക്ക് അമ്പലത്തിൻ്റെ അടുത്താണ് വീട്. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. 2ാമത്തെ ദിവസം കഥകളിയല്ല, തിരുവാതിരക്കളിയാണ്. ഇത് പ്രൊഫഷണലായിട്ടുള്ളൊരു ടീം തന്നെയാണ് കളിക്കണത് കേട്ടോ. അപ്പോൾ ഈ തിരുവാതിരക്കളി കളിക്കുന്ന ടീമിൻ്റെ പേര് പൂങ്കുന്നം ശ്രീ ശങ്കരംകുളങ്ങര മഹിളാ സംഘം അവതരിപ്പിക്കുന്ന നാരായണീയം തിരുവാതിരക്കളിയാണ് കേട്ടോ. ഇതിലുള്ളൊരു ചേച്ചീനെ നമുക്ക് പേഴ്സണലി അറിയുന്നുണ്ട്. ആ പിറ്റേ ദിവസം ആ ചേച്ചീനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇവർ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ് ഇതിന് കളിക്കുന്നതെന്ന്. കുറച്ച് പ്രായമുള്ള ചേച്ചിമാരാണ് കേട്ടോ. പക്ഷേ ഇവരുടെ ഇടയിലൊന്നും ബ്രേക്ക് എടുക്കുകയാണില്ല കേട്ടോ. ഇവർ അതിങ്ങനെ ഒരു മണിക്കൂറോളം തിരുവാതിരക്കളി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തിരുവാതിരക്കളി ഇത്ര ഭംഗിയിൽ കളിക്കാമെന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അതായത് നമ്മൾ സാധാ കാണുന്ന സ്കൂളിലൊക്കെ കളിക്കുന്ന തിരുവാതിരക്കളിയിൽ കോമൺ കുറച്ച് സ്റ്റെപ്പുകളുണ്ടല്ലോ. പക്ഷേ അതൊന്നുമല്ല, നല്ല വെറൈറ്റി സ്റ്റെപ്പുകളാണ്. പല ഫോർമേഷനും കാര്യങ്ങളും പാട്ടുകളാണെങ്കിലും അവരവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഭയങ്കര പ്രൊഫഷണലായിട്ടാണ്. എല്ലാവരും ഒരേപോലെയാണ് കളിക്കുന്നത് കേട്ടോ. ഒരാൾക്ക് എനർജി കൂടുതൽ, ഒരാൾക്ക് എനർജി കുറവ്, അങ്ങനെയൊന്നുമില്ല. പ്രൊഫഷണലാണ് നമുക്ക് കണ്ടറിയാം.
അതേപോലെ എല്ലാവരും കഥകളി ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാനിപ്പോൾ പിറ്റേ ദിവസം അറിഞ്ഞോട്ടെ. ഇതിൽ കഥകളി കളിക്കുന്ന ആൾക്കാരുണ്ട്, മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് പ്രായമുള്ള ചേച്ചിമാരുമാണ്. അപ്പോൾ അവരിതുപോലെ ടീമൊക്കെ ഫോം ചെയ്തിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കളിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര നല്ല കാര്യമാണ് അല്ലേ, അടിപൊളി തിരുവാതിരക്കളിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഈ പരിപാടിയായിരുന്നു. പിള്ളേർ സെറ്റ് അവരെ കളി വേറെ അവിടെ ഉണ്ട് കേട്ടോ, അത് ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇത് പൂരത്തിൻ്റെ തലേ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ വീടുകളിൽ പറയെടുക്കണ പോലെ വരും. ഇതിനെ പറയെടുക്കുകയാണോ കറക്റ്റ് ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ പറയെടുക്കണ പോലെ ചെണ്ട കൊട്ടി വരും. അപ്പം നമ്മൾ അവർക്ക് അരി നെല്ല അങ്ങനെയുള്ള സംഭവം കൊടുക്കുക, പിന്നെ ദക്ഷിണ കൊടുക്കുക. അവരത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എറിയും. അതാണ് സംഭവം. എന്നിട്ട് ഒരു 4-5 ടീം വരും കേട്ടോ നമ്മുടെ അവിടേക്ക്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞങ്ങളുടെ അവിടേക്ക് വന്ന ടീമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ദേവീൻ്റെ വേഷമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരിങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് ഫസ്റ്റ് വന്ന ടീമാണ്. ഇത് ഒരു മോഡലാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് വേറെ പല മോഡലിൽ ഇതുപോലുള്ളതിൽ വരും. അപ്പോൾ 2 വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതവർ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്കിങ്ങനെ നെല്ല് എറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാശും കൊടുക്ക പൊട്ടിക്കലാണ് നടക്കണത് കേട്ടോ. നമ്മൾ എല്ലാ കൊല്ലം പൂരാവണ സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് വിഷുവിനൊക്കെ കിട്ടുന്ന കൈനീട്ട് അങ്ങനെയുള്ള സംഭവവും, പിന്നെ ഇവർ കുറച്ച് നാളുകളായിട്ട് കൂട്ടി വെക്കുന്ന പോക്കറ്റ് മണി ഉണ്ടല്ലോ, ചില്ലറ പൈസയൊക്കെ കൂട്ടി ഇങ്ങനെ വെക്കില്ലേ, ആ പൈസയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നോട്ടാക്കിയിട്ട് അത് ഞങ്ങളുടെ പൂരത്തിന് ലാവിഷാക്കി ചിലവാക്കൂട്ട. അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്ന പരിപാടി അവിടെ നടക്കുന്നത് പിള്ളേർക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാമല്ലോ. അപ്പോൾ ഇത് പൂരത്തിൻ്റെ തലേദിവസം നമുക്ക് സർഗസന്ധ്യയാണ് കേട്ടോ ഉള്ളത്. സർഗസന്ധ്യ സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ മുള്ളൂർ ഗ്രാമീണ വായനശാലയുടെ മെമ്പേഴ്സാണ് കേട്ടോ. എല്ലാ കൊല്ലം അവർ തന്നെയാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത്. ഇതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ കലാകാരന്മാരും കലാകാരികളും ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. കുഞ്ഞു കുട്ടി മുതൽ പ്രായമായ ആൾക്കാരെ വരെ കലാപരിപാടികൾ ഉണ്ടാവും കേട്ടോ. ആർക്കും അതിൽ ചമ്മലോ പുറകോട്ട് നിൽക്കണോ അങ്ങനെയൊന്നുമില്ല ഇവിടെ. എല്ലാവരും വന്നിട്ട് അവർക്ക് എന്താണോ കഴിവുള്ളത് അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ എല്ലാ കൊല്ലവും നടക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ഇതിലും എനിക്ക് നിങ്ങൾക്ക് പാട്ടിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല, സോറി, എനിക്ക് കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ അടിച്ച് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മളിപ്പോൾ ഉള്ള വൈബ് പാട്ടുകളാണ് ഡാൻസായിട്ട് ഇവിടുത്തെ മക്കളും എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നത് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പ്രൊഫഷണലി മുന്നിലേക്ക് നിൽക്കുന്ന കുറച്ച്, അതായത് SI ആയിട്ട് ജോലി കിട്ടിയവർ, അങ്ങനെ അഡ്വക്കേറ്റ് ആയിട്ട് ജോലി കിട്ടിയവർ, അങ്ങനെ പ്രൊഫഷണലി കുറച്ച് വിജയം കൈവരിച്ച ആളുകളെ ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ ഇവിടെ ഇടയിൽ കൂടെ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നേ. ആദ്യം പോയപ്പോൾ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി അങ്ങനെ. അപ്പോൾ ഇത് അടുത്ത ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ ഈ കളിക്കുന്നത്. നമ്മളിതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, ഈ പരിപാടി കാണാൻ തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങണേക്കാളും മുന്നേ ഇവിടെ എത്താറുണ്ട്. കാരണം എന്നാലും സീറ്റ് കിട്ടുള്ളൂ, അവസാനം വരെ ഇരുന്ന് കാണണമല്ലോ. അങ്ങനെ ഈ ചേട്ടനതാ ഒരു കവിത പോലെ പാടാൻ കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കറണ്ട് ഇഷ്യൂസിനെ പറ്റിയിട്ട് ആളൊരു കവിത എഴുതി ഉണ്ടാക്കിയിട്ട് അതിന് ട്യൂൺ കൊടുത്തിട്ട് അത് കാണാതെ പഠിച്ചിട്ട് ആളിങ്ങനെ അവതരിപ്പിക്കുകയാണ്. കറക്റ്റ് എല്ലാ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളും ആൾ അതേപോലെ നല്ല ഭംഗിയിൽ കവിതയായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളാദ്യം സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, ഒരു ഇൻട്രോസ് എന്തൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചേച്ചിമാരൊക്കെ കൂടെ നമ്മുടെ ഇന്നലെ വീരനാട്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോളൂ, അതുപോലത്തെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ചേച്ചിമാരെന്നൊന്നും പറയാൻ പറ്റില്ല, ഇതിലും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നല്ല മഴ പെയ്തു കേട്ടോ. പെട്ടെന്ന് ഒരു ഇടി വെട്ടി വലിയ മഴയും പെയ്തു. അപ്പോൾ ചേട്ടൻ നേരെ വീട്ടിൽ പോയി, കാരണം ഒക്കെ സാധനം നമ്മൾ ഊരിയിട്ടിട്ടില്ലേ, വരുമ്പോൾ ഒക്കെ അടിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചേട്ടൻ നേരെ വീട്ടിൽ പോയി. ഞങ്ങൾ പിന്നെ പരിപാടി കഴിയാണ്ട് വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കളിപ്പാട്ട കടയിൽ കയറി നിന്നിട്ട് അവരാണെങ്കിൽ അത് മൊത്തം ചുറ്റും കവർ ചെയ്തു. അതുകൊണ്ട് ഞങ്ങളവിടെ സേഫായി നിന്നു. അപ്പോഴേക്കും മഴയൊക്കെ മാറി ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ കസേരയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ മഴ പെയ്തതിന് ശേഷമാണ് നല്ല അടിപൊളിയായത് പരിപാടി.
സീറ്റൊക്കെ ഇത്തിരി നന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നല്ല അടിപൊളി പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിവിടുത്തെ വായനശാലയിലത്തെ ക്ലബ് അംഗങ്ങളാണ് കേട്ടോ. അവർ ഇതിൻ്റെ സംഘാടകരാണ്. അവർ ലാസ്റ്റ് അവരുടെ വക ഒരു ഡാൻസ് പഠിച്ച് കളിച്ചതാണ് സംഭവം. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. ഈ ഡാൻസ് ലാസ്റ്റ് ഡാൻസ് ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാതിരിക്കുന്നവർക്ക് കൂടെ ഒരു വൈബ് ഡാൻസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ സർഗസന്ധ്യയൊക്കെ അവസാനിച്ചു. ഇടയിലൊന്നും മഴ പെയ്തെന്നെങ്കിലും അതിലൊന്നും എന്താ പറയുക ഒരു കുറവില്ലാണ്ട് അതിനുശേഷം ഭയങ്കര എനർജി ആയിട്ടാണ് പരിപാടി ഇക്കൊല്ലത്തെ അവസാനിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. നല്ല മഴയുണ്ട് ശരിക്കും പറഞ്ഞാൽ. മഴയല്ല, ഇടി, നല്ല ഇടിയും മിന്നലായിരുന്നു സംഭവം. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പേടിയില്ല, പരിപാടിയാണ് ഉണ്ട്. ഒരു വിശേഷ ദിവസമാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പൂരാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സർഗസന്ധ്യക്ക് കഴിഞ്ഞു. ഇന്നിപ്പോൾ പൂരത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എണീറ്റിട്ടൊന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂരപ്പറമ്പിലായിരുന്നു പരിപാടി കാണാൻ വേണ്ടിയിട്ട്. സർഗസന്ധ്യ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ വരാ ചെയ്ത്. അപ്പോൾ വീടൊക്കെ ഒന്നും കൂടെ ഒന്ന് നീറ്റാക്കി ഇടണം. ഇന്ന് പൂരമായിട്ട് എന്താ പറയുക, വീട്ടിൽ പറ എടുക്കണ പോലെ ഒരു സംഭവമുണ്ട്. അതെടുക്കാൻ ഒന്ന് വരുന്നുണ്ടാവും. ഇന്നലെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നും വരുന്നുണ്ടാവും. അപ്പോൾ കൊലായിയൊക്കെ മഴ പെയ്തുകൊണ്ടൊന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ വീടൊന്ന് വേഗം നീറ്റാക്കി ഒന്ന് ഒതുക്കി പറക്കി വെക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡിൻ്റെ അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ വീട്ടിൽ വന്നാലും ഞാൻ ഫുഡ് ഉണ്ടാക്കും. കാരണം പിള്ളേർക്ക് വിശക്കുമല്ലോ, എന്താ പറയുക, എപ്പോഴാണ് വിശക്കുക എന്നുള്ള അവരുടെ റുട്ടീനൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും. ഞങ്ങളിന്ന് വെജ് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എന്താ പറയുക, പിന്നെ അമ്പലത്തിൽ പോകാണ്ട് കുറേ പരിപാടിയുണ്ട്. അപ്പോൾ കേട്ടോ, ഇന്നലെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഇന്നിനിപ്പോൾ വേഗം പണികൾ നോക്കണം. ചോറ് വയ്ക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശ ഉണ്ടാക്കാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ വെജാണല്ലോ. അപ്പോൾ രാത്രി സമയത്ത് ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ദോശമാവ് ബാക്കി ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം, എല്ലാ പൂരത്തിൻ്റെ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കാം. പിന്നെ രാത്രി എന്താ പറയുക, ചോറ് വേണ്ടാന്ന് തോന്നുന്നവർക്ക് നമുക്ക് ദോശ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പൂര വ്ളോഗ് നല്ല ഉറക്കം വന്നിട്ടാണ്. പൂര വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ രാവിലെ നേരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ട് നേരത്തെ എനിക്ക് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വേഗം മിറ്റൊക്കെ അടിക്കലും തുടയ്ക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ തീർത്തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കാരണം നമ്മുടെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും പറ എടുക്കാനായിട്ട് ആൾക്കാർ വരും. പറ മീൻസ് നമ്മളിങ്ങനെ ഒരു 3-4 സെറ്റ് വരും. നമ്മളിങ്ങനെ നെല്ലെല്ലാം കരി കൊടുക്കുക, അങ്ങനെയുള്ളൊരു കൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ കുളിച്ച് നീറ്റായിട്ട് നിൽക്കണം. വീടൊക്കെ വൃത്തിയാക്കി വെച്ച് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ ആ പണിയൊക്കെ തീർത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുക്കിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തെ വെച്ച് വെച്ചിട്ട് നമ്മൾ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് വരാനൊരു നേരമാവും. അപ്പോഴേക്കും എൻ്റെ സാമ്പാറൊക്കെ ഒരു ഇതാവും. അപ്പം ഞാൻ ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ നിൽക്കുക. ഇന്നിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ചോറും സാമ്പാറും പിന്നെ സോയാബീൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന വെക്കാന്ന് വെക്കുക എൻ്റെ പിള്ളേർക്ക്. പിന്നെ പപ്പടം ഉണ്ടാക്കണോ, അത്രയും ഞാൻ ഉണ്ടാക്കണുള്ളൂ. ബാക്കി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് അമ്പലത്തിൽ നിന്ന് അന്നദാനം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ദോശമാവ് ഉണ്ടാവും ഫ്രിഡ്ജിൽ. അപ്പോൾ നൈറ്റൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ദോശ മതിയാവും. അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡിൻ്റെ പ്ലാൻ. കാര്യമായിട്ട് നമ്മൾ പൂരാകുമ്പോൾ നോൺ വെജും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഫുൾ ടൈം അമ്പലത്തേക്ക് പോക്ക് തന്നെയായിരിക്കും. ഇപ്പം ഇത്ര നേരമായിട്ട് അമ്പലത്തിൽ പോയിട്ടില്ല. കാരണം ഈശാൻ്റെ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പോകാൻ പറ്റിയിട്ടില്ല. ആരോ കല്യാണം അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ ഞായറാഴ്ച കൂടെ പോയില്ലെങ്കിൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് പോയി കാണാൻ. അപ്പോൾ ആൾ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അമ്പലത്തിൽ പോകാന്ന് വെച്ചിട്ട് നിൽക്കുക. അമ്പലം പിന്നെ ഇന്ന് ഫുൾ ടൈം തുറന്നിട്ടുണ്ടാവും. നമുക്ക് പോയിട്ട് പറയൊക്കെ വെക്കാം ഫ്രണ്ടിൽ. പിന്നെ ഉച്ചയ്ക്കാവും പൂരം തുടങ്ങാനായിട്ട്. ഒരു ആനയൊക്കെ വന്നിട്ടുണ്ട് അവിടെ. 3 ആൾക്കാർ വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു 3 ആന ഇങ്ങനെ വരിയായിട്ട് വരുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഇന്നിനിപ്പോൾ അവിടെ ഉണ്ടാവും ആൾക്കാർ. അപ്പോൾ പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണണം. ആനേനെ 5 ആനയുണ്ട്. 2 ആളും കൂടെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലം കേട്ടോ. ഞങ്ങൾക്ക് തന്നെ ജസ്റ്റ് 2-3 അടി വെച്ച് കഴിഞ്ഞാൽ അമ്പലമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ ടൈം ഓണാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തിൽ പോണതും പിന്നെ വേറെ കുറേ പുതിയ ആൾക്കാരും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ഹാച്ചു ഇതുവരെ എണീറ്റില്ല.
അവന് ഇന്നലത്തെ നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിധം നേരമായിട്ടുണ്ട് ഉറങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ ഇന്നും രാത്രി നമുക്ക് പരിപാടിയുണ്ട്. അപ്പോൾ അനയി എണീറ്റ് കുളിച്ചിട്ട് ഡ്രസ് കോഡ് ഉണ്ട് ഇന്ന് വൈകുന്നേരത്തെ പരിപാടിക്ക്. അതായത് ഓരോ 3-4 ക്ലബ്ബുണ്ട്. നമ്മൾ വായനശാലേൻ്റെ ക്ലബിലാണുള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരവ് പോലെ വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തമ്പോലെയായിരുന്നു, ഇങ്ങനെ ഭയങ്കര കുട്ടുള്ള ഒരു സംഭവമില്ലേ. പ്രാവശ്യം ബാൻഡ് സെറ്റാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിന് എല്ലാവരും ഡ്രസ് കോഡാണ്. അപ്പോൾ ലേഡീസിനും ഉണ്ട്, പക്ഷെ ഞാൻ വാങ്ങിയില്ല. പിള്ളേരും ഹസ്ബൻഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ട് ഒരു വീട്ടിൽ. അത് വാങ്ങാൻ വേണ്ടി ഞാൻ പോയി വന്നു രാവിലെ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആച്ചപ്പനെ ഞാൻ ഒരു വട്ടം വിളിച്ചു, എണീറ്റില്ലേ 2 വട്ടം വിളിച്ചു. ഉറങ്ങണം എന്നും പറഞ്ഞിട്ട് അവിടെ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചേട്ടൻ വരണ വരെ സമയമുണ്ടല്ലോ, അപ്പോൾ ഉറങ്ങട്ടെ. ഇന്നിപ്പോൾ ഫുൾ പരിപാടിയായിരിക്കും. ഈ വെയിലത്തും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ചിലപ്പോൾ നേരത്തെ ഉറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് പരിപാടിയിലൊന്നും കൂടാൻ പറ്റൂല. അപ്പോൾ പിന്നെ വിചാരിച്ചു കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിക്കുക. ഇത്തിരി കഴിഞ്ഞിട്ട് എന്തായാലും അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്കിയുള്ള കുക്കിംഗ് കൂടെ ഒന്ന് വേഗം സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇന്ന് മൊത്തം അമ്പലത്തിലാണ്. പോവുക വരിക അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതാണ് ഇത്ര നേരം വരെയുള്ള വിശേഷം. ഞാൻ എങ്ങോട്ടായി ഓർഡർ ചെയ്യുന്ന അറിയുമോ? നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഈ ചേട്ടൻ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്ന നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മു റോട്ടുമ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ട്, നീ പോയി നോക്കി നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അതാ ഇവിടെ ആന വന്നിട്ടുണ്ട് കേട്ടോ ലോറിയിൽ. അപ്പോൾ അതിനെ ഇറക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. ആന ലോറിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെ ലോറിയിൽ ഇങ്ങനെ പോണ കണ്ടിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോണ സമയത്ത്. അപ്പോൾ ഇവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവനതാ ആ ലോറിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നന്നായി നോക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി, കാരണം ഞാനൊരു ഇടിവെട്ട് പിങ്ക് ചുരിദാറൊക്കെയാണ്. അപ്പോൾ എന്നെ നോട്ടിട്ട് വെക്കുകയാണോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കായി. പക്ഷേ ആളിങ്ങനെ കൈ നീട്ടാണ് കേട്ടോ. ആൾക്ക് ഫുഡ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവേ. അപ്പോൾ ആ ശീലമുള്ളതുകൊണ്ട് കൈ നീട്ടി ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അവൻ തോന്നിയിട്ടാണ്. പക്ഷെ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ കൊടുക്കാനും പാടില്ല, കാരണം ഇപ്പം അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ ഇവൻ പിന്നെയും കൈയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കാൻ ഞങ്ങളെ കുറച്ച് പേര് നന്നായി നോക്കുന്നുണ്ട്. സംഭവം കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ അവൻ പയ്യെ ഇതിന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇറങ്ങണേന്ന് കാണാനുള്ള ഇൻട്രസ്റ്റിലാണ് വന്നത്. പക്ഷെ അടുത്തിപ്പൊന്ന് പോയി നോക്കാനൊന്നും വയ്യ, പേടിയാണ് അങ്ങനെ. അപ്പോൾ ആളതിൽ നിന്ന് പയ്യെ ഇറങ്ങി. ഞാൻ ഇതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജീഷേട്ടൻ എനിക്ക് അവിടെ പോയിട്ട് ഷോട്ട് എടുക്കാനുള്ള സംഭവം എടുത്താന്ന് കേട്ടോ. അപ്പോൾ അവൻ അതിൽ നിന്ന് പയ്യെ ഇറങ്ങുന്നുണ്ട്. അവൻ്റെ കയ്യിൽ അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആളതൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ഇറങ്ങണത്. ഇവൻ്റെ പേര് മനുനാരായണൻ എന്നാണ് കേട്ടോ. ഈ ലോറിയുമ്പോൾ അവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, മനുനാരായണൻ എന്ന്. അപ്പോൾ ഇറങ്ങിയിട്ട് ആൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കേട്ടോ. ആദ്യം ഞാൻ ഓടി, കുറച്ച് അങ്ങോട്ട് ഓടി. പിന്നെ അവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പേടിയായി. പിന്നെ ഇവൻ നേരെ അമ്പലത്തിൽ പോയി. ആ കാണുന്ന വളവിൽ തന്നെയാണ് കേട്ടോ അമ്പലം. ആ ഒരു വളവ് അങ്ങോട്ട് കഴിഞ്ഞ അമ്പലമായി. അപ്പോൾ നേരെ അമ്പലത്തേക്കാണ് ആൾ പോണത്. അപ്പോൾ ഓൾറെഡി അവിടെ 3 പേര് വന്നിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ ഗ്രൂപ്പിൽ കണ്ടു പറഞ്ഞില്ലേ. അപ്പോൾ 4ാമത്തെ ആളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ജീച്ചാറിനും പിള്ളേരൊക്കെ കുളിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ തൊഴാനാണ് ഇപ്പോൾ അവിടെ എല്ലാവരും ഉള്ളത്. കാരണം പൂരം തുടങ്ങിയിട്ടില്ലേ. പൂരം തുടങ്ങാനായിട്ട് ഉച്ചയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ തൊഴാൻ വേണ്ടി വരുന്നവരാ. പിന്നെ പറ വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ട് പൂരത്തിന് വേണ്ടിയിട്ടുള്ള. കളിപ്പാട്ടക്കടയും വള മാല അങ്ങനെയൊക്കെ കിട്ടുന്ന കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കമ്മലിൻ്റെ കടയുണ്ട്, കണ്ടില്ലേ, കമ്മലിൻ്റെ കടയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ആനയ്ക്ക് അണിയാനുള്ള എന്താ പറയുക നെറ്റിപ്പട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ തൊട്ടേ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ സർഗസന്ധിക്ക് പോയപ്പോൾ കണ്ടു. അപ്പോൾ അവിടെ ഈ ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ ഇത് പാടുന്നുണ്ട്. ഇടയ്ക്ക് വായിക്കാനല്ലേ ഇതിനെ പറയാൻ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിങ്ങനെ പാടുന്നുണ്ട് ആള് ഇങ്ങനെ. അത് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അപ്പോൾ ഇവിടെ പറ വെക്കാം കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് ചീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് പറയാണോ വെക്കേണ്ടത് ആ പറ നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയതെങ്ങിട്ട് അമ്പലത്തിൻ്റെ ബാക്കിലേക്ക് പോയിട്ട് അവിടെ പോയപ്പോൾ 5 ആളിങ്ങനെ നിരന്ന് നിൽക്കുക കേട്ടോ. 5 ആനയുണ്ട്. 5 ആനേൻ്റെ പൂരാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ. പക്ഷെ എനിക്കിഷ്ടമായി ഫസ്റ്റ് നിൽക്കുന്ന ആനേനെയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനകൾ ഏതൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ
ചിറക്കൽ കാളിദാസൻ ഉണ്ടായിരുന്നു, ചിറ്റിലപ്പള്ളി ചിറക്കൽ ശബരിനാഥ് ഉണ്ടായിരുന്നു, മുള്ളത്ത് ഗണപതി ഉണ്ടായിരുന്നു, പിന്നെ ചിറ്റിലപ്പള്ളി ചിറക്കൽ ഗണേശൻ ഉണ്ടായിരുന്നു, ചിറ്റിലപ്പള്ളി ചിറക്കൽ പത്മനാഭൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽപ്പക്കക്കാരെന്നൊക്കെ പറയാം. പെട്ടെന്ന് ഇവനിങ്ങോട്ട് മൂവായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം ഓടാൻ വേറെ സ്ഥലമല്ലേ, മുന്നിൽ വേറെ 4 ആൾ നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് പിന്നെ ഒരു കുളമാണുള്ളത് അമ്പലത്തിൻ്റെ, അതിലേക്ക് ചാടേണ്ടി വരും. അപ്പോൾ അവനിങ്ങനെ മൂവായിട്ട് പോകുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോയി. നമ്മൾ നേരത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആളാണ് കേട്ടോ, അത് മനുനാരായണനാണ്. അപ്പോൾ കണ്ടപ്പോൾ ഇവനെ ഭയങ്കര വലുതുപോലെ തോന്നി, പക്ഷെ ബാക്കിയുള്ള ആനകളുടെ കൂടെ കാണുമ്പോൾ ഇവനൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവൻ നേരെ അങ്ങോട്ട് വളഞ്ഞു പോയി, എന്തിനാ പോണേന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആനകളുടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് നേരെ നിൽക്കുന്ന ആനയുണ്ടല്ലോ, അതാണ് ചിറക്കൽ കാളിദാസൻ കേട്ടോ. അതായത് ഇന്ത്യയിലെ 3ാമത്തെ ഉയരം കൂടിയ ആനയാണ് കേട്ടോ അത്. അപ്പോൾ ആ ആന നമ്മൾ ഒരു സിനിമാ താരം എന്ന് പറയാം, നമ്മുടെ ബാഹുബലിയിൽ അഭിനയിച്ചിട്ടുള്ള ആനയാണ് കേട്ടോ അത്. നമ്മളിത് കണ്ടപ്പോൾ തന്നെ നമുക്കിത് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും അറിയില്ല. തൃശ്ശൂർക്കാർക്ക് പക്ഷേ ചിലർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിവുണ്ട്. ഒരു ആനേനെ കണ്ടാൽ ഇത് ഏത് ആനയെന്ന് പറയാനുള്ള കഴിവുള്ള തൃശ്ശൂർക്കാരുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ബോയ്സിനും ആണുങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവരാരാന്ന് പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുകയാണ്, ഈ ആനയ്ക്ക് എന്തൊരു ഹൈറ്റാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ തൊട്ട് മുന്നിൽ നിന്ന് കുട്ടിയാണ് പറഞ്ഞത്, ചേച്ചി ഇത് ചിറക്കൽ കാളിദാസനാണെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് ഈ ആൾ ഇന്ത്യയിലെ 3ാമത്തെ ഹൈറ്റുള്ള ആനയാണ്. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ബാഹുബലി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. ഈ ആളല്ല, ഇതാണ് നമ്മുടെ മുള്ളത്ത് ഗണപതി കേട്ടോ. അതായത് ഏറ്റവും ഭാരം കൂടിയ 3ാമത്തെ ആനയോ അങ്ങനെ എന്താണ് ഈ ആളും വരുന്നത്. അപ്പോൾ രണ്ടുപേരും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആനയാണ് മുള്ളത്ത് ഗണപതിയും ചിറക്കൽ കാളിദാസനും. അപ്പോൾ ഇതാണ് കേട്ടോ ചിറക്കൽ കാളിദാസൻ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പൂരത്തിന് മുന്നേ കുറച്ച് ഇതുപോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യും എന്നൊക്കെ ഈ വാർത്തയിലും പത്രത്തിലൊക്കെ ഇങ്ങനെ കാണാറേ ഉള്ളൂ. പക്ഷേ നമ്മൾ അത് നേരിട്ട് കണ്ടു കേട്ടോ. ഇവിടെ ഡോക്ടേഴ്സ് വന്നിട്ട് ആനനെ ചെക്ക് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടേഴ്സ് ചിറക്കൽ കാളിദാസന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുമുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആനയാണല്ലോ, ഫോട്ടോ എടുക്കാം. അപ്പോൾ അതാ ഡോക്ടേഴ്സൊക്കെ ഫോട്ടോ എടുക്കണം. പക്ഷെ എനിക്കിഷ്ടമായത് ഇവനെയാണ് കേട്ടോ. ഇവനെ കാണാൻ നല്ല ക്യൂട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ പോയ ആൾ കുളിക്കാൻ പോയതായിരുന്നു. ഇത് നമ്മുടെ മനുനാരായണനാണ് കേട്ടോ. ആളിങ്ങനെ കിടക്കുക, എന്തൊരു എന്താ പറയുക, എന്തൊരു ശാന്തമായിട്ടൊക്കെ എടുക്കണത്, എന്തൊരു ക്യൂട്ടായിട്ടാണ്. അപ്പോൾ അനയാച്ചൊക്കെ ഹായ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഹായ് കൊടുത്ത പോലെ തുമ്പിക്കൈ കാണിച്ചപ്പോൾ അവരും ഹായ് കൊടുക്കുകയാണ്. അപ്പം ഇവനിങ്ങനെ സൈലൻ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. ആളുടെ കാലുമത്തെ ഇതും പിന്നെ കഴുത്തിലെ മാലയൊക്കെ അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ കളിപ്പാട്ടക്കടയിൽ പോയി. ആച്ചു ഇന്നലെ തൊട്ടിട്ട് കളിപ്പാട്ടക്കടയിൽ മാറി മാറി കയറി ഇറങ്ങാൻ കേട്ടോ. ഇന്നലെ ഒരു ബോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോക്കറ്റ് മണി കയ്യിലുള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാമെന്നുള്ളൊരു ധൈര്യമുണ്ട്. അത് അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല. നേരിട്ടത് അടുത്ത കടയിൽ പോയി, അവിടെ പോയിട്ട് കുറേ തപ്പി. പിന്നെ അടുത്ത കടയിൽ പോവും. ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് കമ്മൽ നോക്കി, പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയും ഇല്ല, ഭയങ്കര റേറ്റും പറയാം. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും വാങ്ങിയില്ല. ഞാൻ ഈ ഐസ്ക്രീം വാങ്ങി. നമ്മൾ പൂരത്തിൻ്റെ സമയമാകുമ്പോഴേ ഓരോ അമ്പലത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഓരോ വട്ടം ഐസ്ക്രീം വാങ്ങി തിന്നിട്ടാണ് കേട്ടോ പോവുക. പ്രത്യേകിച്ച് നല്ല ചൂടായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഈ കാത് വാങ്ങി, പിന്നെ വേറൊരു സ്നാക്കൊക്കെ വാങ്ങി കേട്ടോ. കാത് ഇങ്ങനെ ഉഴുന്നുവട എന്ന് പറയും, പല പേരിലും പറയും. അത് വാങ്ങി നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അത് അടുത്ത പറ വന്നിട്ടാ. നമ്മൾ വേഗം ഓടി വീട്ടിൽ കയറി അരിയൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് നല്ല വെയിലാണ് കേട്ടോ. ഈ നേരത്തൊക്കെ ഇവരെങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയില്ലേ വെയിൽ സമയത്ത്. അപ്പോൾ ഇന്നലെ ഞാൻ വീടിൻ്റെ കൊലായിലാണ് അത് വെച്ചെന്നുണ്ടെങ്കിൽ, അല്ല ഇന്നലെ മുറ്റത്താണ് വെച്ച് കൊടുത്തത്. പക്ഷെ ഇന്ന് അവർ പറഞ്ഞു കൊലായിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇന്നലെ വന്ന മോഡലല്ല ഇന്നുള്ളത്. അപ്പോൾ അരി നമ്മുടെ കയ്യിലും കുറച്ച് തന്നു. എന്നിട്ട് പിന്നെ ആളെന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. എന്താ പറയണതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് ആ അരിയൊക്കെ നമ്മുടെ തലയിലിട്ടു. നമ്മുടെ കയ്യിലുള്ള അരി ആളുടെ തലയിൽ ഇടാൻ പറഞ്ഞു. ഇങ്ങനെ വേഷം കെട്ടുന്നതിന് എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ വന്ന് താമസിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ആനേനെ നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ചിട്ട് പൂരത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കാണ് കേട്ടോ. എല്ലാവരും മേക്കപ്പൊക്കെ ഇടാമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും കുളിച്ചിട്ടൊക്കെയാണ് ഈ സംഭവമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ കയറിയിട്ട് അവിടെ ഫുഡ് വിളമ്പാനൊക്കെ കുറച്ച് നേരം നിന്നു.
അപ്പോൾ നല്ല സദ്യയായിരുന്നു കേട്ടോ. നല്ല നാടൻ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള സദ്യ ഉണ്ടാക്കിയത് കഴിച്ചു നമ്മൾ. ഞാനും എന്നെയാ കഴിച്ചത്. ഈ ചേട്ടൻ പിന്നെ വിളമ്പാൻ നിന്നു. ആച്ചു പിന്നെ വീട്ടിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അവൻ വന്നില്ല, അവൻ പുറത്തിരുന്നു. അപ്പോൾ അതാ ഇവരിവിടെ വന്നിട്ട് പായസം കുടിക്കാൻ വേണ്ടി ആനേൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുക കേട്ടോ. ഞാൻ വേഗം പോയി വിളിച്ചുകൊണ്ടുപോയി. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് കൈ ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ അച്ഛനെ എടുക്കാൻ കിട്ടും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് വയോ പറഞ്ഞിട്ട് അതായത് സ്റ്റെപ്പുമ്പോൾ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടൻ പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് വിളമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഞാൻ പിന്നെ ഇവരിവിടെ ഇരുത്തിയതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവർ എല്ലാവരും നെറ്റിപ്പൊട്ടൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ചർക്കൽ കാളിദാസം അങ്ങോട്ട് മൂവായിട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂവായപ്പോഴേ. പക്ഷേ ദേവീൻ്റെ തടമ്പേറ്റിയിട്ട് അമ്പലം ചുറ്റാണ് കേട്ടോ. പൂരം തുടങ്ങാനായി. അപ്പോൾ ചർക്കൽ കാളിദാസനാണ് സെൻറ്റർ നിൽക്കണത്. ദേവീൻ്റെ തടമ്പൊക്കെ ഏറ്റണത് ചർക്കൽ കാളിദാസനാണ്. അപ്പോൾ എന്തൊരു ഹൈറ്റാന്ന് ഒരു ജോയി ആനയ്ക്ക്. പക്ഷേ എനിക്കിഷ്ടമായത് നേരത്തെ കണ്ട ഗുണ്ടുമണി ആനേനെയാണ്. അപ്പോൾ അതാ ചുറ്റും ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ദേവീനെ എന്താ പറയുക തടമ്പേറ്റിയിട്ട് പ്രദക്ഷിണം വെക്കുകയാണെന്ന് പറയാം. ഓരോരോ ചടങ്ങുകളുണ്ട് കേട്ടോ. പല ചടങ്ങുകളുണ്ട്. എല്ലാതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അറിവില്ല. പക്ഷെ ഞാൻ പോയ സമയത്ത് എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പരമാവധിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവർ ഫുൾ ടൈം തീറ്റയാണ് കേട്ടോ. ഇവർക്ക് എന്താ പറയുക, ഇവർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആൾക്കാർ. ഇവർ ഭയങ്കര പാവങ്ങളാണ്. പക്ഷേ ഇടയ്ക്ക് ഇവർക്ക് എന്താ പറ്റണമെന്ന് അറിയില്ല. നമുക്ക് കാണുമ്പോൾ ഭയങ്കര പാവം തോന്നും ഇവരെ കാണുമ്പോൾ. ആനേനെ കാണുമ്പോൾ ആനേനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. അപ്പോൾ ചർക്കൽ കാളിദാസൻ അതാ വന്നിട്ടുണ്ട് ചുറ്റിയിട്ട്. ഇനി സെൻറ്ററിൽ തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ ആൾ ചെയ്യണത്. അതിന് ശേഷം അവിടെ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടോ. അപ്പം തന്നെ നമ്മുടെ വാദ്യക്കാർ പഞ്ചാരിമേളം എന്നല്ല പറയാൻ, എന്തോ ഒരു സംഭവം, പഞ്ചമേളം വായിച്ചു. അങ്ങനെ പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉച്ച നേരത്ത് കറക്റ്റ് പൂരം തുടങ്ങി. ഇതൊരു 5-5:30 വരെ ഉണ്ടാവും കേട്ടോ ഈ പൂരം. ഇപ്പോൾ ഇവരിത് അതിൻ്റെ അകത്താണ് കൊട്ടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് മൂവാവും. ആനയും ഇതൊക്കെ കൂടെ പുറത്തേക്ക് മൂവായിട്ട് പിന്നെ അവിടെയാണ് കേട്ടോ പൂരം ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഓരോ ചിട്ടകളും ഓരോ കേക്ക്. ചിലർക്ക് ഇതൊക്കെ കേട്ടാൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പ്രത്യേകിച്ച് ഈ തൃശ്ശൂരുള്ള ആളുകൾക്കും തൃശ്ശൂരുള്ള ഇതിനോട് ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. അവർക്കിത് മനസ്സിലാവും. പക്ഷേ എനിക്കിതിനെക്കുറിച്ചിട്ട് വല്ലാതെ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഇവിടെ നിന്നിട്ട് ഭയങ്കര എൻജോയ്മെൻ്റാണ്. 5 ആൾ മത്സരിച്ചിട്ട് തിന്നുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഇവരെയൊക്കെ കണ്ട് നിന്നു. അപ്പോഴേക്കും ചേട്ടൻ വന്നെനിക്ക് ചേട്ടൻ കുറേ ഫോട്ടോസും പിന്നെ ഇതാ ഇവരുടെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നു കേട്ടോ ഫോണിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതാ ഇവർ പിന്നെയും ഐസ്ക്രീം വാങ്ങി തിന്നുന്നുണ്ട്. ഇവരെ കയ്യിൽ പോക്കറ്റ് മണി വല്ല അഹങ്കാരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ കാശും കൊടുക്കയിൽ പൈസ സേവ് ചെയ്ത് വെക്കുന്നത് ഇതിനാണ് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് അതാ തക്കാളി ബലൂൺ വാങ്ങാം കേട്ടോ. ഇതിന് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. പണ്ട് കാലത്ത് നമ്മൾ പൂരത്തിന് പോണ സമയത്ത് നമ്മൾ ഈ ഒരു ബലൂൺ വാങ്ങുകയാണ് ചെയ്യുക. വേറെ മോഡൽ ബലൂണുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബലൂൺ വാങ്ങാനും അത് ഒന്നും കിട്ടാനൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു അന്ന് 10 രൂപയ്ക്ക് ഇതിനുള്ളൂന്ന് തോന്നുന്നുണ്ട്. 10 രൂപ ഇല്ല തോന്നുന്നു, 5 രൂപയ്ക്കുള്ളൂന്ന് തോന്നുന്നു. അന്ന് ഇതൊക്കെ വാങ്ങാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത കളിപ്പാടക്കടയ്ക്ക് പിന്നെയും പോവാണ് കേട്ടോ. അപ്പോൾ അനയിൽ പോയിട്ടൊരു കുട്ടി ബലൂൺ പോലത്തെ ഈ സാധനം വാങ്ങി. അപ്പോൾ ഞാൻ ഈ തക്കാളി ബലൂൺ ഉണ്ടല്ലോ, ഈ തക്കാളി ബലൂൺ കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇങ്ങനെ ആട്ടി ഇങ്ങനെ ആക്കി കളിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് ഇങ്ങനെ ആക്കി കളിക്കുന്നത്. അപ്പോൾ ഞാൻ ആച്ചുവിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നമ്മളിത് പണ്ട് ഈ ബലൂൺ കൊണ്ട് ഇങ്ങനെ കളിക്കാറുണ്ടെന്ന്. അപ്പോഴേക്കും തന്നെ ഈ സാധനം വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാണ് വാങ്ങണേന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ സാധനം കാണിച്ചു കൊടുത്തില്ല. നമ്മൾ പണ്ട് ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ ആക്കി കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അനയെ അവന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അവനും കുറേ നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. ഈ ബലൂൺ 2-3 ദിവസം പൊട്ടാതെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ബലൂണൊക്കെ ആണെങ്കിൽ എപ്പോൾ പൊട്ടി ചോദിച്ചാൽ മതി. ഇവർ വാങ്ങിയ ബോളടക്കം പൊട്ടിപ്പോയി. പക്ഷേ ഈ ബലൂൺ പൊട്ടാതെ 2-3 ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികൾ റീൽസ് എടുക്കാനൊക്കെ വേണ്ടി വന്നു കേട്ടോ, ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെറസിലാണ് നമ്മൾ റീൽസ് ഒക്കെ എടുത്തത്. അപ്പോൾ അതിന് വേണ്ടി കയറിയ സമയത്താണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അത് ഐസ്ക്രീമിൻ്റെ കട വന്നിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് എന്തോ ഒരു സ്നാക്കാണ്, പാനിപൂരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതായത് പിന്നെയും അമ്പലത്തിൽ പോവാണ്. ഞാൻ പോയി, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു, റെസ്റ്റ് എടുത്തു കുറച്ച് നേരം. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. ആനേൻ്റെ അടുത്ത് പോവരുത്, നീങ്ങി നിൽക്കണം എന്നുള്ള സംഭവമൊക്കെ. അങ്ങനെ പോയിട്ട് വന്നിട്ട് നറൂട്ടേൻ്റെ എന്തോ ഒരു കിച്ചൺ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാക്ഷിനൊക്കെ ഞങ്ങൾ കുറച്ചു നേരം വിട്ടു. ഇവരെ രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇവരെ ഞാനിപ്പോൾ വിളിക്കുന്നത് നടികർ സരോജ, നടികർ കുസും എന്നൊക്കെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഷോർട്സ് ഇടുന്ന സമയത്തേ ഞങ്ങളെക്കാളും കൂടുതൽ വ്യൂ കിട്ടണത് ഇപ്പോൾ ഇവർക്കാണ്. അപ്പോൾ കുറച്ച് ഫേമസ് ആയിപ്പോയി ഇവരിപ്പോൾ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഫോണെടുത്ത് പോയി ഷൂട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ അതാ ഇതിങ്ങനെ വേഷം കെട്ടിയിട്ട് എന്താ പറയുക, ഇതിന് കെട്ടണേനെ ഇങ്ങനെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനെ പുലയൻ വേല പറയൻ വേല എന്നാണ് ഇതിനെ പറയുക, ഈ വേലേനെ പറയുക. ഇത് ഇവർ അമ്പലത്തിൽ പോയിട്ട് ആ പൂരം കഴിഞ്ഞിട്ടാണ് ഇവരുടെ പരിപാടി ഉണ്ടാവുക. പൂരം അമ്പലത്തിൽ കഴിയുമ്പോൾ ഇത് ഇവരുടെ പരിപാടിയാണ് ഉണ്ടാവുക അമ്പലത്തിൽ. ഇവരിതുപോലെ പോയിട്ട് അവിടെ നിന്നിങ്ങനെ കൊട്ടുട്ടോ, അതാണ് ഇവരുടെ പരിപാടി. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 3 കൂടിയ സെൻറ്റർ ഉണ്ട്. അവിടെ നിന്നിട്ട് അവരിങ്ങനെ കൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിലും കൂടെ വൈബ് പിടിക്കുകയാണ് സംഭവം. അപ്പം നമ്മൾ ഇപ്പോൾ പോണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രി നമ്മുടെ ക്ലബിൻ്റെ വക മറ്റേ ബാൻഡ് സെറ്റ് ഉണ്ട്. ഓരോരോ ക്ലബ്ബുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ 3-4-5 ക്ലബ്ബ് ഉണ്ട്, 2-3 ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ഓരോ ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ബാൻഡ് സെറ്റ് തമ്പോല അങ്ങനെ ഓരോ ഇതായിട്ട് അമ്പലത്തിൽ വരവ് വരണ പോലെ വരും കേട്ടോ. അപ്പോൾ ഇവർക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ട്. അനയും അച്ഛൻ ജിജീഷേട്ടനും മാത്രമേ വാങ്ങിയുള്ളൂ, ഞാൻ വാങ്ങിയില്ല. വെറുതെ എന്താ പറയുക, നമുക്കൊരു കല്യാണം വരുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ട്. അപ്പോൾ ഇത് ഇടയിൽ കൂടെ വാങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയില്ല. ഇവർ 3 പേരും പിന്നെ എല്ലാ കൊല്ലം വാങ്ങണതാണ് കേട്ടോ. അപ്പോൾ ഇവർ അത് മുടക്കിയില്ല, ഇവർ 3 പേരും വാങ്ങി. ഞാൻ അതിനോട് മാച്ചുള്ള ഒരു ഡ്രസ്സ് ഇട്ടു, അത്രേ ഉള്ളൂ. അനയും മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പാൻറ് ഇട്ടോടെ പറഞ്ഞപ്പോൾ കേൾക്കണില്ല. അവന് വലിയ കുട്ടിയായപ്പോൾ മുണ്ടെടുത്ത് നടക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതാ അവിടെ ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ഉണ്ടെന്നത് അവിടെയാണ് കേട്ടോ. അവിടെ അത് നിന്ന് കുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം വന്നിട്ട്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഇത് കണ്ടേ. അപ്പോൾ ഈ ചേട്ടൻ പോയിട്ട് എനിക്കിത് ഷൂട്ടൊക്കെ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഞാനെപ്പോഴേക്കും ഗേറ്റൊക്കെ അടച്ച് എല്ലാം സെറ്റൊക്കെ ആക്കി വന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഞാൻ പോയില്ല കേട്ടോ. ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. വൈകുന്നേരം ഉള്ളതൊന്നും കണ്ടില്ല. കാരണം നമ്മൾ നമ്മുടെ ബാൻഡ് സെറ്റിൻ്റെ കൂടെ കൂടി. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാനുള്ള തിരക്കും കാര്യങ്ങളും വൈകുന്നേരത്തെ മേല് കഴുകലും പോകാനുള്ള കുറച്ച് ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ കാണാൻ പറ്റാതെയായി പോയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ 3 കൂടിയ കവലയിൽ നിന്നിട്ട്, കവലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ആ 3 കൂടിയ വഴി അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊട്ടുകയാണ് ഇവർ. ഇത് പുലയൻ വേലയാണോ പറയൻ വേലയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ആ ഗേറ്റൊക്കെ അടച്ച് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ അമ്പലം എവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോണത്. കാരണം നമ്മുടെ ബാൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആ ഭാഗത്തു നിന്നാണ്. ഇനി അവിടെ നിന്ന് കുട്ടി ഇവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് നടന്നെത്താണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നടന്നിട്ട് പോകണം, വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ എല്ലാ കൊല്ലം മറ്റേ ഉള്ളൂര് ക്ലബിൻ്റെ ഭാഗത്ത്, അതായത് വായനശാലേൻ്റെ ക്ലബിൻ്റെ ഭാഗത്താണ് കേട്ടോ കൂടാറ്. നമ്മളിവിടെ താമസിക്കാൻ വന്ന് തൊട്ടിട്ട് നമ്മൾ അവരെ കൂടെയാണ്. പൂരാണെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും അയ്യപ്പൻ വിളക്കാണെങ്കിലും ഓണാണെങ്കിലും അങ്ങനെ എല്ലാ പരിപാടിക്കും നമ്മൾ അവരെ കൂടെ കൂടാറുണ്ട് കേട്ടോ. നമ്മളവർ കൂടെ കൂട്ടാറുമുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അതവിടെ കുറച്ച് വേറൊരു തമ്പോലെയാണോ ഇതിന് നാസിക് ഡോള അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു ക്ലബിൻ്റെയാണ് കേട്ടോ. ഓരോരോ വഴിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതാ ഇവിടെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും നല്ല വൈബാണ് കേട്ടോ. അതായത് ഇങ്ങനെ പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ അങ്ങനെയൊന്നുമില്ല. ആർക്കൊക്കെ കളിക്കാൻ തോന്നുന്നുണ്ടോ അവർക്കൊക്കെ കളിക്കാം, അങ്ങനെയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനും അങ്ങനെയാണ് കേട്ടോ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കളിക്കാൻ തോന്നിയിട്ട് നമ്മളിങ്ങനെ എയർ പിടിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കളിക്കുകയല്ലേ. പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് കളിക്കാൻ തോന്നുന്നുണ്ടോ നമ്മൾ കളിക്കുക, നമ്മളെന്തിനാ എയർ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മളതാ സ്കൂളിൻ്റെ അവിടെ എത്തി. സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവർ അവിടെ നിന്നിട്ട് നടന്നു വരണം കണ്ടു കേട്ടോ, കൊട്ടൊക്കെ ആയിട്ട്. ഇത് വേറൊരു ടീമാണ്. ഇതിനൊക്കെ എന്താ പറയാന്ന് അറിയില്ല. അവരതാ അമ്പലത്തിൽ പോവാണ്. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ പോകാനുള്ള നേരമായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അത് ഏതോ ഒരു ക്ലബിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളതാ നേരെ നമ്മുടെ ടീമിൻ്റെ അടുത്തേക്ക് നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുള്ളൂർ ഗ്രാമീണ വായനശാലേൻ്റെ ഗാസ്ക് എന്നാണ് കേട്ടോ ക്ലബിൻ്റെ പേര്. അതിൻ്റെ ഇതാണിപ്പോൾ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ചെറുതായിട്ട്. ബാൻഡ് സെറ്റാണ് ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യം തമ്പോലെയാണ് കേട്ടോ ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം ഉള്ളത് ബാൻഡ് സെറ്റാണ്. ഒന്നാലേക്കുമ്പോൾ അതും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കുറേ പാട്ടുകളൊക്കെയാണ്. അപ്പോൾ കൂടത്തിൽ നമുക്ക് പാട്ട് പാടുകയും ചെയ്യാം, ഡാൻസ് കളിക്കുകയും ചെയ്യാം. അങ്ങനെയായിരുന്നു. പിള്ളേരൊക്കെ ഈ ബബിൾ വരണ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അനയ്യാഴ്ചയും അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരമൊക്കെ
അപ്പോൾ നമ്മുടെ ഇത് മൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മൾ കുട്ടി ഒക്കെ ഡാൻസൊക്കെ കളിച്ച് പയ്യെ നമ്മൾ അമ്പലത്തിൽ എത്താണ് ചെയ്യുക. ഓരോരോ സ്ഥലത്ത് കുറച്ച് നേരം അധികം നിന്ന് കൊട്ടും, അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്രാവശ്യം ബാൻഡ് സെറ്റാണുള്ളത്. ഇതാണ് ക്ലബിൻ്റെ പേര്, ഗാസ്ക് എന്നാണ് പേര്. ഇത് ഗ്രാമീണ വായനശാലേൻ്റെ ക്ലബ്ബാണ് കേട്ടോ. അവരെന്നെയാണ് സർഗസന്ധ്യ സംഘടിപ്പിച്ചത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അനയിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അച്ഛത് നമ്മളിവിടെ വന്ന നാൾ തൊട്ടിട്ട് അനയിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അനയും ഇവനൊക്കെ ഒരേ പ്രായമാണ്. അന്ന് തൊട്ട് കാണുന്ന കുട്ടിയാണ് ഇവർ. തമ്മിൽ കാണുമ്പോഴൊക്കെ വല്ല കൂട്ടാണേനും. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണേ. വീഡിയോ ഇടാനാണോ ചേച്ചി വ്ളോഗ് എടുക്കണേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അവൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ഡാൻസ് കളിച്ചു. നമ്മൾ എന്താ പറയുക, ഇവരെ കൂടെ ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും കൂടാറുണ്ട്. ചേട്ടനാണെങ്കിലും എന്നെ അങ്ങനെ കളിക്കേണ്ടെന്നൊന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കാറില്ല കേട്ടോ. നീ കളിച്ചോന്നേ പറയുള്ളൂ. ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് എന്നെയും കൂടെ കളിക്കാൻ വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും കുറേ നേരം അവരെ കൂടെ കളിച്ചു. പിന്നെ അവിടെയുള്ള കുറേ ആൾക്കാരെ കൂടെ ഞാനും കൂടി. അങ്ങനെ ഇപ്രാവശ്യത്തെ പൂരം നല്ല അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ നമ്മളവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ വീടൊക്കെ കഴിഞ്ഞ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അമ്പലം എത്തണം കേട്ടോ. ഇതിൻ്റെ വേറെ കുറേ ടീമുണ്ട്. അവരൊക്കെ ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ ചെന്ന് കയറി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പയ്യെ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇത് അമ്പലത്തിൽ വേറൊരു ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ കുട്ടി അവിടെ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ രസം തോന്നിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതുപോലത്തെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ടീം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിലൊരു 10-15 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തു. ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് വന്ന് കയറിയത് അമ്പലത്തിൽ. ബാക്കിയൊക്കെ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളായിരുന്നു തോന്നുന്നു ഫൈനൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം. അപ്പോൾ അത് കഴിഞ്ഞു. അതോടുകൂടി ഇപ്രാവശ്യത്തെ പൂരം അവസാനിക്കുക എന്ന് പറയാം. അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുലർച്ചെ പൂരമുണ്ട്. പക്ഷേ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട്. കാരണം എല്ലാ പ്രാവശ്യം ഈ ബാൻഡ് സെറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ തമ്പോല അതൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്ന് ഡാൻസ് കളിച്ചൊക്കെ കഴിയുമ്പോൾ നല്ല ടയേർഡാവും കേട്ടോ. ഞാനാണെങ്കിലും മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലൊക്കെ. അപ്പോൾ നമുക്ക് പുലർച്ചെ പരിപാടി കാണാൻ വരാൻ പറ്റാറില്ല. എല്ലാ പ്രാവശ്യം വിചാരിക്കും വരണം, പ്രാവശ്യം പുലർച്ചെ പോകണം പൂരം കാണാനൊക്കെ. പക്ഷേ പറ്റാറില്ല. ആ ടയേർഡായി നമ്മൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പൂരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ പോയി. അമ്പലമൊക്കെ കുറച്ചൊന്ന് ശാന്തമായി കേട്ടോ. പകലത്തെ എന്താ പറയുക തിക്കും തിരക്കും ബഹളമൊക്കെ തീർന്ന് അമ്പലം അതാ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ശാന്തമായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത പൂരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ.